Hi all. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. 10ാം ക്ലാസ് യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസം എത്രയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിനിമം യോഗ്യത 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി കിട്ടും. SSC MTS എന്ന് പറയുന്ന ആ ഒരു SSC റിക്രൂട്ട് ചെയ്യുന്ന SSC എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പോസ്റ്റാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ ഈ MTSന് കീഴിൽ തന്നെ ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. കുറേ സബ് പോസ്റ്റുകൾ MTSന് കീഴിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, നമ്മുടെ ഹവൽദാർ, അതുപോലെ തന്നെ പിയൂണ്, ദഫ്താരി, അതുപോലെ തന്നെ ജമദാർ, JGO, പിന്നെ ചൗക്കിദാർ, സഫായ് വാല, മാലി എക്സെട്ര, ഇതുപോലുള്ള പോസ്റ്റുകളെല്ലാം എന്തായിരുന്നു SSC MTSന്റെ കീഴിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു പോസ്റ്റാണ് പ്യൂൺ പോസ്റ്റും അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റും. അപ്പൊ ഇതെന്തായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പൊതുവെ അറിയുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് SSC MTSലേക്ക് എങ്ങനെയാണ് നമുക്ക് കയറുക, എന്താണ് ഇതിന്റെ സാലറി, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ SSC MTSന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, അതായത് ഓൾറെഡി ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇത് എപ്പോൾ മുതലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? ജൂൺ 26, 2025, അതായത് ഈ വർഷത്തെ ജൂൺ 26 മുതൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ദിവസം തുടങ്ങുവാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഏതൊരു അപ്ലൈ ചെയ്യാം, ജൂലൈ 25 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനടുത്ത മാസം, അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം കിട്ടും. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഈ വർഷം തന്നെ. അതായത് ജൂണിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം, ജൂലൈയിൽ ക്ലോസ് ചെയ്യുന്നു, സെപ്റ്റംബർ ഒക്ടോബറിലായിട്ട് എക്സാം നടക്കുന്നു. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രൊസീജിയേഴ്സും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എക്സാമിനേഷന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ, പേപ്പർ 1 എന്ന് പറയുന്നത് SSC MTSും അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റിനുള്ളതാണ്. ഇതിന്റെ എക്സാം എന്ന് പറയുന്ന ഒറ്റൊരെണ്ണ വരുന്നുള്ളൂ കേട്ടോ. Tier 1 നമ്മൾ CGLനും CHSLനും പോലെ എന്തായിരുന്നു Tier 1 Tier 2 അങ്ങനെയൊന്നല്ല വരുന്നത്. എന്തായിരുന്നു, ഒറ്റൊരു എക്സാം മാത്രമാണ്, പേപ്പർ 1 ഒറ്റൊരു എക്സാം മാത്രമേ വരുന്നുള്ളൂ. ഇനി ഹവൽദാർ പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി നിങ്ങൾ പാസ്സാകേണ്ടി വരും. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാ വരുന്നത്? ഇതിന്റെ MTSന്റെ ഏജ് ലിമിറ്റ് മിനിമം എത്ര വേണമെന്നാ പറയുന്നത്? മിനിമം 18 വയസ്സാണ് വേണ്ടത്. 18 വയസ്സ്. പിന്നെ പറയുന്നുണ്ട് 25 വയസ്സിൽ കൂടാൻ പറ്റില്ല, മാക്സിമം 25 ആണ്. ഓഫ് കോഴ്സ് അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം SSC MTS. ഇനി ഹവൽദാർ പോസ്റ്റ് ആണെങ്കിൽ മിനിമം 18 വയസ്സും അതുപോലെ തന്നെ മാക്സിമം 27 വയസ്സുമാണ്. നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST ആണെങ്കിൽ എന്തായിരുന്നു 33 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 33 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി ഇതിന്റെ സാലറി എത്രയാണ് വരുന്നത്? സാലറി സ്കെയില് 18,000 രൂപ മുതൽ 22,000 രൂപയാണ് പെർ മന്ത്. നമുക്കറിയാം ഇതൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു 18,000 എന്ന് പറയുന്നത് വളരെ ബേസ് പേ ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ DA ഉണ്ട്, HRA ഉണ്ട്, ഗ്രേഡ് പേ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് MTS ആയിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്രൊമോഷൻ ടെസ്റ്റ് ഒക്കെ എഴുതി LDC ഒക്കെ ആയിട്ട് കയറാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ എക്സാം പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ? 2 സെക്ഷൻ ആയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഒരേ ഒരു ടിയർ മാത്രമേ വരുന്നുള്ളൂ. 2 സെക്ഷൻ ആയിട്ടാണ് അതിൽ വരുന്നത്. ഒറ്റൊരു പേപ്പറാണ് 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ് വരുന്നത്. 20 ചോദ്യങ്ങളാണ്. മാർക്ക് എത്രയാണ്? 60. അതായത് ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം, 60 മാർക്കാണ് വരുന്നത്. ഇനി അടുത്തത് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് വരുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? 20 ചോദ്യങ്ങളാണ് വരുന്നത്. 20 ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം
മൊത്തം 60 മാർക്ക്. അങ്ങനെ ഈ ഒരു സെഷൻ 1-ൽ തന്നെ 40 ചോദ്യങ്ങളും 120 മാർക്കുമാണ് വരുന്നത്. 40 ചോദ്യങ്ങളും 120 മാർക്കും. ഈ സെഷൻ 1-ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ഈ 40 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് 45 മിനിറ്റിലാണ് എഴുതിയെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത സെഷൻ 2-ല്. സെഷൻ 2-ൽ എന്തായിരുന്നു? ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങളാണ് വരുന്നത്. 25 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 75 മാർക്ക് ലഭിക്കുന്നു. ഇനി അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷന് 25 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 75 മാർക്ക്. അപ്പൊ മൊത്തത്തില് രണ്ടാമത്തെ സെഷൻ എന്തായിരുന്നു? 50 ചോദ്യങ്ങളും 150 മാർക്കുമാണ് വേണ്ടത്. ഈ 50 ചോദ്യങ്ങൾ നമ്മൾ എത്ര സമയം കൊണ്ട് എഴുതി തീർക്കണ്ടേ? 45 മിനിറ്റ് കൊണ്ടാണ് ഈ 50 ചോദ്യങ്ങൾ എഴുതി തീർക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ നെഗറ്റീവ് മാർക്ക് എത്രയാണ്? നെഗറ്റീവ് മാർക്ക് ഓഫ് കോഴ്സ് ഇവിടെ എന്തായിരുന്നു? ആദ്യത്തെ സെഷൻ 1-ല് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, സെഷൻ 1-ല് നെഗറ്റീവ് മാർക്ക് ഇല്ല. രണ്ടാമത്തെ സെഷനിലാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്. അതായത് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് കുറയുന്നു. 1/3 അല്ലേ? ആ റൂൾ തന്നെയാണ്. അത് രണ്ടാമത്തെ സെഷനാണുള്ളത്. ഒന്നാമത്തെ സെഷൻ എന്തായിരുന്നു? നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡൗട്ടോ അറിയോ നമുക്ക് തെറ്റുത്തരം കിട്ടുമോ അല്ലെങ്കിൽ തെറ്റി കഴിഞ്ഞെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് വരും, ഇങ്ങനെയുള്ള യാതൊരു ടെൻഷൻ എന്തായിരുന്നു ഒന്നാമത്തെ സെഷനിൽ വേണ്ട. രണ്ടാമത്തെ സെഷനിലാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത് എന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹവൽദാർ പോസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഹവൽദാർ പോസ്റ്റിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ എന്തായിരുന്നു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടിയിട്ട് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഹവൽദാർ എക്സാമിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഇതില് വാക്കിങ്ങിന് ഇപ്പൊ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാക്കിംഗ് വരുന്നത് പുരുഷന്മാർക്ക് 15 മിനിറ്റില്, ഓക്കെ, ആൺകുട്ടികൾക്ക് എന്തായിരുന്നു 15 മിനിറ്റില് 1600 മീറ്റർ ഓടണം. ഓക്കെ, എങ്ങനെയായിരുന്നു? ഇപ്പൊ ഓടാൻ അറിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ, അങ്ങനെ ഓടാം. ഓക്കെ, ഇനി പെൺകുട്ടികൾക്കാണെങ്കിലോ 20 മിനിറ്റില് 1 കിലോമീറ്റർ ഓടണം. 20 കിലോമീറ്ററില് 1 കിലോമീറ്റർ ഓടണം. ഇനി അതുപോലെ തന്നെ സൈക്ലിംഗിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു? സൈക്കിൾ ഔട്ടാനൊക്കെ എന്തായാലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി 30 മിനിറ്റില് 8 കിലോമീറ്റർ ആണ് ആൺകുട്ടികൾക്ക് സൈക്ലിംഗ് ഉള്ളത്. ഇനി പെൺകുട്ടികൾക്കാണെങ്കിലോ 25 മിനിറ്റില് 3 കിലോമീറ്റർ ആണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, 25 മിനിറ്റില് 3 കിലോമീറ്റർ നിങ്ങൾ സൈക്കിൾ ഔട്ടണം. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. മെയിലിനും ഫീമെയിലിനും ഡിഫറെന്റ് ആണ്. ഹൈറ്റ് മെയിലിന് എത്രയാണ്? 157.5 സെന്റിമീറ്റർ ആണ് മെയിലിന്. ഫീമെയിലിനോ 152 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഇനി ചെസ്റ്റ് മെയിലിന് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു? 76 സെന്റിമീറ്റർ ആണ്. അൺഎക്സ്പാൻഡഡ് ആയിട്ടാണ് 76 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇനി വെയിറ്റ് എന്തായിരുന്നു? വെയിറ്റ് 48 കിലോ എങ്കിലും, ആൺകുട്ടികളുടെ പറഞ്ഞിട്ടില്ല, പക്ഷെ പെൺകുട്ടികൾക്ക് 48 കിലോ എങ്കിലും വേണം. ഓക്കെ, ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം പാറ്റേൺ എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഒറ്റൊരു പേപ്പറേ ഉള്ളൂ. ഹവൽദാർ പോസ്റ്റിന് മാത്രമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും വരുന്നതെന്ന്. ഇനി എന്താ ചെയ്യേണ്ടത്? പഠിക്കുകയാണ് അല്ലേ? ഇനി വൃത്തിയായി പഠിച്ചോളുക. അപ്പോൾ ഇനി പഠിക്കാമെങ്കിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠിക്കണം. ലൈവും റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ മെന്ററിങ് സപ്പോർട്ടോട് കൂടി നല്ലൊരു കൃത്യമായിട്ടൊരു ടൈം ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് SSCക്കൊക്കെ നോക്കാൻ തുടങ്ങുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയുടെ വരാൻ പോകുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.